ഇവള് ഒളിച്ചോടി പോയതാണോ, അല്ല അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല അവൾ. ഷഹാലിനെയും ഷഹാലയുടെ കൂടെ പോയ വ്യക്തിയെയും ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ ആണെങ്കിലും അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ ആണെങ്കിലും കമന്റ് ബോക്സിൽ വരുന്ന ഒരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെണ്ണിന് എന്തെങ്കിലും പറയാനുണ്ടാവും, അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കണം. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രശ്നമോ എന്തോ ആവട്ടെ, ഒരു അഫയർ ഉണ്ടാക്കി, അതും 3 മക്കളും ഭാര്യയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അഫയർ ഉണ്ടാക്കി ഭർത്താവ് വരുന്നതിന്റെ തലേന്ന് ഓടിപ്പോയ ഒരു വ്യക്തിയുടെ എന്ത് ഭാഗമാണ് കേൾക്കേണ്ടത്? സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ചു പോയതാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. കാരണം മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ചു പോയതാണ്, നമ്മൾ അവിടെ എന്ത് പറയാൻ വേണ്ടിട്ടാ? ഒന്നും പറയാനില്ല. ഇത് ആ നാറിക്ക് കല്യാണവും കഴിഞ്ഞ് 3 മക്കളുണ്ട്, അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെയാണ് ഇറങ്ങിപ്പോയത്. ആ നാറിയെ എന്ത് പറയണം? 3 മക്കളെയും ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന്റെ ഭാര്യയും കൊണ്ടുപോയ ഇവൻ എന്ത് പറയണം? ഇപ്പൊ ഇവരുടെയൊക്കെ എന്ത് ഭാഗമാണ് കേൾക്കേണ്ടത്? നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം. ഫാമിലി ആയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം ഫാമിലിയിൽ പറഞ്ഞു തീർക്കുക. അത് തീർന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി പറയുക. അവരും കൂടെ നിന്നില്ലെങ്കിൽ മര്യാദക്ക് ഡിവോഴ്സ് മേടിച്ച് വല്ല ജോലി എടുത്ത് ജീവിക്കുക. എന്നിട്ട് ഏതെല്ലാം അവന്റെ കൂടെ പോവുക. അതല്ല, ഇത് ഡിവോഴ്സ് പോലും മേടിക്കാതെ ഇറങ്ങി അങ്ങ് പോയേക്കുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാര് ഇവള് ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവര് ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവരാ ഈ ന്യായീകരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ന്യായീകരിച്ചോ, നല്ല കാര്യങ്ങളാണെങ്കിൽ ന്യായീകരിച്ചോ, ഞങ്ങൾക്ക് അതിലൊരു കുഴപ്പമില്ല. ഇത് അവളുടെ ഭാഗം കേൾക്കണം, ലവന്റെ ഭാഗം കേൾക്കണം. വേറൊരു കമന്റ് കണ്ടു, ഈ 3 മക്കളും ഭാര്യ ഉള്ള അയാള് ഭാര്യയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണ്, ഡിവോഴ്സ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്. ഭാര്യ ഡിവോഴ്സ് തരുന്നില്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതുമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഇപ്പൊ 6 മാസം പ്രായമുള്ള ഒരു കുട്ടി ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് എവിടുന്നോ കിട്ടിയ ഫേക്ക് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. അപ്പം ആ നാറി 3 മക്കളെയും ഭാര്യയും കളഞ്ഞിട്ട് പോയ ആ നാറിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു? ഭാര്യന്ന് സ്നേഹം കിട്ടാത്തതിന്റെ പ്രശ്നമായിരുന്നു? ന്യായീകരണം കാണുമ്പോഴാണ് എനിക്ക് ഇറിറ്റേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എത്രമാത്രം ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളത്. ആ കൊച്ചിനെ ഇവളിൽ നിന്ന് ആ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുക.
ഇവരുടെ കയ്യിൽ കൊച്ചിനെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അത് നാളെ വേറെ നല്ല ന്യൂസിലോട്ട് എത്തും. അതുകൊണ്ട് ദയവേത് ആ കൊച്ചിനെ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിച്ചെടുക്കാൻ നോക്ക്. ഇവളുടെ കയ്യിൽ കൊടുക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. ഇത് ഞാൻ ആദ്യം പറയേണ്ടതാണ്, മറന്നുപോയി. എനിക്കിത് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരി എന്നാ.